ഈ ബോയ്സിനൊക്കെ എന്തൊരു സുഖാലെ, വീട്ടിലൊരു പണി എടുക്കണ്ട, എങ്ങോട്ട് വേണമെങ്കിലും പോവാ, ലൈഫ് എൻജോയ് ചെയ്ത് നടക്കാം. ലൈഫിൽ ഒരിക്കലെങ്കിലും ഒരു ആൺകുട്ടിയെ ജനിച്ചാൽ മതിയെന്ന് ആഗ്രഹിക്കാത്ത ഒരു പെൺകുട്ടി പോലും ഉണ്ടാവില്ല. നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ലൈഫിൽ കിട്ടുന്ന റെസ്ട്രിക്ഷൻസും കാര്യങ്ങളാണ് നമ്മൾ അങ്ങനെയൊക്കെ മാറ്റിയത്. കഴിഞ്ഞ ദിവസം എന്റെ കൂടെ +1 ട്യൂഷനിൽ പഠിച്ച ഒരു ഫ്രണ്ട് ഇന്ന് മെസ്സേജ് പറയാണ്, ഈ മിഡിൽ ക്ലാസ്സിലെ ബോയ്സിനെ കുറിച്ച് സംസാരിക്കും. അതായത് ലൈഫിൽ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും അതിലൊന്നും എത്തിപ്പിടിക്കാൻ കഴിയാതെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസിന് പിന്നാലെ മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന മിഡിൽ ക്ലാസ്സിലെ ബോയ്സിനെ കുറിച്ച്. നമ്മളെ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ഈ 21 വയസ്സിലോ അല്ലെങ്കിൽ 24 വയസ്സിലോ ഒക്കെ സ്വന്തമായിട്ട് സാലറി കിട്ടുന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഇൻഡിപെൻഡൻസിയാണ്, നമുക്കതൊരു പ്രൗഡ് മൊമെന്റ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു 23-24 വയസ്സ് കഴിഞ്ഞാൽ അവർ കടന്നു ചെല്ലുന്ന ഒരു ഘട്ടമുണ്ട്. അതായത് നമ്മൾ ഇൻഡിപെൻഡൻസി എന്ന് വിളിക്കുന്ന ആ ഒരു പ്രൗഡ് മൊമെന്റ് അവർക്ക് ഫുൾ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് മാത്രമായിരിക്കും. സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോണോ അതോ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസ് തീർക്കണോ, ഇത് രണ്ടും അറിയാത്ത ഒരവസ്ഥയിലായിരിക്കും ഒട്ടുമിക്ക ബോയ്സും. പ്രത്യേകിച്ച് ഒരുപാട് സിസ്റ്റേഴ്സ് ഉള്ള ഫാമിലിയിലെ ഒരു മിഡിൽ ക്ലാസ് ബോയ് ആവണം. എന്റെ ഒപ്പീനിയനില് ഇറ്റ്സ് നോട്ട് അബൌട്ട് ബോയ് ഓർ ഗേൾ. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഒരു മുത പെൺകുട്ടിയോ അല്ലെങ്കിൽ ആൺകുട്ടിയോ ആയാൽ മതി, ലൈഫൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പഠിച്ചോളും.